ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും CPM-നെ സംബന്ധിച്ച് അഥവാ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി 2025 വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ഉന്നം. അതുകൊണ്ട് അതിനുള്ള എല്ലാ അണിയറ നീക്കങ്ങളും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യപടിയാണ് തദ്ദേശ വാർഡ് വിഭജനം. തദ്ദേശ വാർഡ് വിഭജനങ്ങൾ നടക്കുന്നത് CPM-നും ഇടതുമുന്നണിക്കും അനുയോജ്യമായ രീതിയിലാണ്. അതിനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളുമെല്ലാം ഉയർന്നു വന്നുവെങ്കിലും ഇപ്പോഴും CPM-നൊരു ശുഭപ്രതീക്ഷയുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തിൽ വാർഡ് വിഭജനം നടത്താൻ സാധിച്ചതിലും തങ്ങൾക്ക് അനുകൂലമായ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും. മാത്രമല്ല 2025 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2024 ഉപതെരഞ്ഞെടുപ്പിൽ അടുത്ത 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ 2024 അതായത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ആ ട്രെൻഡ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം 3 മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് വയനാടാണ്. വയനാട് സ്വാഭാവികമായും അവിടെ പ്രിയങ്ക ഗാന്ധി തന്നെ വിജയിക്കുമെന്ന ധാരണ എല്ലാ മുന്നണികൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാടിനെ മാറ്റി നിർത്താം. ബാക്കിയുണ്ടായിരുന്ന 2 മണ്ഡലങ്ങൾ ഒന്ന് പാലക്കാടും മറ്റൊന്ന് ചേലക്കരയുമായിരുന്നു. പാലക്കാടിനെ സംബന്ധിച്ച് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരികയായിരുന്നു. എന്നാൽ അതേസമയം ചേലക്കരയെ സംബന്ധിച്ച് രമ്യ ഹരിദാസിനെ വലിയ പ്രതീക്ഷയോടെയാണ് UDF കേന്ദ്രങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയതെങ്കിലും രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് LDF-ന്റെ സ്ഥാനാർത്ഥിയായ UR പ്രദീപ് ചരിത്ര നേട്ടം നേടുകയും ചെയ്തു. തങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 മണ്ഡലങ്ങളിലും 2 മുന്നണികൾ വിജയം വരിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും ആ ട്രെൻഡ് മനസ്സിലാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ആശ്രയിക്കേണ്ടി വന്നത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്ക് അനുകൂലമായിരിക്കും ട്രെൻഡ് എന്നതിനനുസരിച്ച് കേരള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. അതിൽ ആദ്യത്തേത് LDF-ൽ നിന്നും ജോസ് കെ മാണിയുടെ മാറ്റം തന്നെയായിരിക്കും. ജോസ് കെ മാണി മുന്നണി വിടുന്നു എന്നുള്ള സൂചനകൾ ആദ്യം നൽകിയിരുന്നു. ജോസ് കെ മാണി UDF-ലേക്ക് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണി മാറുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇടതിനോട് വലിയ അനുകൂലത്തിൽ നിൽക്കുന്ന വലിയ താല്പര്യം കാണിക്കുന്ന റോഷി അഗസ്റ്റിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്നുള്ള ആശങ്കകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസും 2ആയി പിളരുന്നു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പ്രചരിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് M5 ന്യൂസ് പോലും വാർത്തകൾ കൊടുത്തിരുന്നതുമാണ്. മാത്രമല്ല ഇതേ സാഹചര്യത്തിൽ ഇപ്പോൾ UDF-ലും മറ്റൊരു ഘടകകക്ഷി കൂടി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. UDF-ൽ അത്തരത്തിലൊരു മുന്നണി മാറ്റത്തിന് തയ്യാറായി നിൽക്കുന്ന പാർട്ടിയാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSP. RSPയെ സംബന്ധിച്ച് ഒരു മുന്നണി മാറ്റത്തിലേക്ക് ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. ഇത്തരത്തിലുള്ള ഒരു സൂചനകൾ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചാ വിഷയം ആദ്യം ഉയർത്തി കാണിച്ചത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജയചന്ദ്രനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ പിന്നീട് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എങ്ങനെയാണ് UDF-നോട് ഇത്ര കണ്ട് ഇടപഴകി നിൽക്കുന്ന RSP മുന്നണി മാറുന്നത് എന്നുള്ള ചോദ്യമാണ്. കാരണം RSPയെ സംബന്ധിച്ച് പ്രത്യക്ഷമായി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ UDF മുന്നണിയിൽ ഉണ്ട് എന്ന് സമ്മതിച്ചിട്ടില്ല. മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളതായി ഇതുവരെയും തർക്കങ്ങൾ പോലുമില്ല. NK പ്രേമചന്ദ്രനെതിരെ വിവാദങ്ങൾ വന്ന സാഹചര്യത്തിലും കോൺഗ്രസ് കൂടെ നിർത്തുന്ന സാഹചര്യമായിരുന്നു. ഇടതുപക്ഷം ആളിക്കത്തിയാൻ ശ്രമിച്ചപ്പോഴും NK പ്രേമചന്ദ്രനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു UDF-ന്റെ സമീപനം മുഴുവൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് UDF-ൽ നിന്നും RSP ഒരു മുന്നണി മാറ്റത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം RSP ആദ്യം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. RSP ആദ്യം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന സാഹചര്യത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും ഇപ്പോൾ UDF-ന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അണികൾക്കിടയിൽ കനത്ത അതൃപ്തിയുണ്ടെന്ന് വേണം കരുതാൻ. അതായത് ഇവിടെ NK പ്രേമചന്ദ്രനെ MP ആക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് യഥാർത്ഥത്തിൽ RSP UDF-ൽ പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ RSPക്ക് ഉള്ളിൽ തന്നെ ഉയർന്നു വരുന്നത്. അതായത് അതേസമയം തങ്ങൾ LDF-ൽ നിൽക്കുകയായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ചുരുങ്ങിയത് 1-2 മന്ത്രിമാരെയെങ്കിലും 3-4 MLA-മാരെയെങ്കിലും ഇനി സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ നിരവധി ബോർഡ് മെമ്പേഴ്സ് എങ്കിലും ആകാമായിരുന്നു എന്നുള്ളൊരു ധാരണ പാർട്ടി പ്രവർത്തകർക്കുണ്ട്. അതായത് പാർട്ടിയെ സംബന്ധിച്ച് ആനുകൂല്യങ്ങൾ കുറവാണ് ലഭിക്കുന്നത് എന്നുള്ള പരാതിയുണ്ട്. എന്നാൽ അപ്പോഴും ഉയർന്നുവരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. NK രാമചന്ദ്രനെ ഇനി LDF സ്വീകരിക്കുമോ എന്നുള്ളത്. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ആപ്തവാക്യം. പക്ഷെ എന്നിരുന്നാലും NK പ്രേമചന്ദ്രനെ LDF സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ഏറെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇനി ഇടതുപക്ഷം സ്വീകരിക്കാൻ തയ്യാറായാലും NK പ്രേമചന്ദ്രൻ ഇനി തിരിച്ചു പോകുമോ എന്നുള്ള ചോദ്യവും അവിടെ ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അവിടെയാണ് ആ പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ പ്രസക്തമാകുന്നത്. അതായത് NK പ്രേമചന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം
ഇടതുമുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതേസമയം തന്നെ UDF-ഉമായി RSP മുന്നോട്ട് പോകുന്നതിൽ അതൃപ്തിയുള്ള മറ്റ് ചിലരെങ്കിലും ആ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമാണ് എങ്കിൽ സ്വാഭാവികമായും ഈ എതിർചേരിയിലുള്ള വിമതപക്ഷക്കാർ അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേരാനുള്ള സാധ്യത കൂടുതലാണ്. ആ സാധ്യതയിൽ ലിസ്റ്റിൽപ്പെടുന്ന 2 പേരുകളുണ്ട്. ഒന്ന് അസീസിൻ്റെയും മറ്റൊന്ന് ഷിബു ബേബി ജോണിൻ്റെയുമാണ്. അസീസിനെ സംബന്ധിച്ച് അസീസിനെ ഇടതുപക്ഷം സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അദ്ദേഹം ഒരു സാത്വികനായ വ്യക്തിയാണ്. മറ്റൊന്ന് ഷിബു ബേബി ജോൺ ആണ്. ഷിബു ബേബി ജോണിനെ സംബന്ധിച്ച് ബേബി ജോണിൻ്റെ പുത്രനാണ് എന്നുള്ള ഒരു പരിഗണനയും ഒരുപക്ഷെ ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് അസീസും ബേബി ജോണും അടങ്ങുന്ന ഒരു നിര ഒരു കൂട്ടം നേതാക്കൾ ഒരുപക്ഷെ LDF-ലേക്ക് ചേക്കാറാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ NK പ്രേമചന്ദ്രനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും UDF-ൽ തന്നെ നിലയുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ. അതായത് UDF-നെ സംബന്ധിച്ച് തങ്ങളുടെ പ്രധാന ഘടകകക്ഷിയായ RSP പിളരുകയാണ്. പിളർന്നുകൊണ്ട് ഒരു വിഭാഗം LDF-ലേക്ക് പോവുകയാണ്, മറുവിഭാഗം UDF-നൊപ്പം തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഇത്തരമൊരു നീക്കം അത് കേരള രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായ ചലനങ്ങൾ ഉണ്ടാക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം LDF-ൽ നിന്ന് ജോസ് കെ മാണിയും കൂട്ടരും UDF-ലേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്ന് ഷിബു ബേബി ജോണും കൂട്ടരും LDF-ലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷതയായി വരുന്നത്. ഇവയെല്ലാം ആശ്രയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിനെയാണ്. ആ ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിക്കുമെന്നുള്ള വിശ്വാസത്തിന്മേലുമാണ്.